ഹലോ, എല്ലാവർക്കും സീമ സ്മോൾ കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് കോണാണ്. നമുക്ക് എഗ്ഗ് കോൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ എഗ്ഗ് കോൺ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി വേണം നമുക്ക്. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് വേണം. പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 വേപ്പില എടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് 1 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മസാലപ്പൊടിയുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചുവന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു വെറൈറ്റി ഡിഷാണ്. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സായിട്ട് ഇത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ, അതൊന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന മുട്ട 2 ഒന്ന് പൊട്ടിച്ചിടാം. ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പൊടികളുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ശകലം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുരുമുളക് ഇട്ട് കൊടുക്കാം. 2 ഇട്ടിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് നമുക്ക് കുരുമുളക് വേണം പൊടി. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഞാനൊരു ശകലം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് കോണിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺ റെഡിയാക്കണം. അപ്പോൾ നമുക്ക് കോൺ റെഡിയാക്കാം. നമ്മുടെ കോൺ റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു 5 ബ്രെഡ് സ്ലൈസ് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഈ സൈഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിന് ഉപയോഗിക്കാം കേട്ടോ. ബ്രെഡ് ക്രംസും കൂടി നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. പിന്നെ സൈഡ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ട്. കട്ട് ചെയ്തെടുക്കുക. ഞാൻ ആ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കൈ വെച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ നൈസായിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്നുമില്ലെങ്കിൽ മിക്സിയിൽ അടിക്കാം. അതിൻ്റെ ആവശ്യമില്ല. അത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡായിരുന്നു. അപ്പം കൈ കൊണ്ട് തന്നെ എടുത്തപ്പോൾ തന്നെ ഏകദേശം നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശകലം വെള്ളം തളിച്ചെടുക്കണം.
കൂടാതെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് ഗോതമ്പ് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു കോൺ ഉണ്ടാക്കാനുള്ള ഒരു തിക്നെസ്സിൽ നമുക്കത് കുഴച്ചെടുക്കാം. ശകലം വെള്ളം തളിച്ചു കൊടുക്കുക, എന്നിട്ട് ശകലം ഗോതമ്പ് പൊടിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലത്തെ രീതിയിൽ നമുക്ക് അത് കുഴച്ചെടുക്കണം. നമ്മളങ്ങനെ ബ്രെഡും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പലകയിൽ വെച്ചിട്ട് ശകലം ഗോതമ്പ് പൊടി വിതറി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചെറിയ രീതിയിൽ പരത്തിയെടുക്കാം. വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണമെന്ന്. അത് ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ പരത്തിയെടുത്ത നമ്മുടെ കോൺ ഈ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ചുരുട്ടിയെടുക്കണം. ഈ ഒരു മാവിനെ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ചുരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട് എണ്ണയിൽ നമുക്ക് വറുത്ത് കോരാനാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇതേപോലെ കോണാക്കിയിട്ട് ഇതിനകത്തേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കോണൊന്ന് നമുക്ക് ഇതേപോലെ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാം. അതായത് ഒരു കോൺ ഷേപ്പിൽ നമ്മുടെ മാവും ഈ ഫില്ലിങ്ങും കൂടി വരണം. ഞാൻ ഓൾറെഡി ഒരെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ. അതേപോലെ നമുക്കിതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കോണ് റെഡി ആയിട്ടുണ്ട്. 4 ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇനി വറുത്ത് കോരി എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് ക്രംസും ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഇതേപോലെ അടിച്ചെടുത്ത് വെക്കാം. ഇത് ഞാൻ എടുത്ത് വെച്ചിരുന്നത് കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോൺ എടുത്ത് നമ്മുടെ ഈ കോൺഫ്ലവറിനകത്തൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് കോണിൻ്റെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാം. ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ചെറുതീയിൽ വേണം കേട്ടോ അതൊന്ന് വറുത്ത് കോരി എടുക്കാൻ. കാരണം വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഒന്ന് അകമൊക്കെ ഒന്ന് വേവാനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെറുതീയിലൊന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അങ്ങനെ അവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ചെറുതീയിലാണ് ഞാനത് വറുക്കാനായിട്ട് ഇടുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ബ്രെഡ് കോണിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് കോൺ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.